ജാലവിദ്യക്കാരന്റെ മാജിക്കിൽ വീണ് അടിമുടി വീണ് കോൺഗ്രസ്. ഇന്നലെ പാർലമെന്റിൽ ജാലവിദ്യക്കാരൻ എന്നാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത്. എന്നാൽ ശരിക്കും ആ ജാലവിദ്യക്കാരന്റെ മാജിക്കിൽ അടിതെറ്റി വീണിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. എന്താണെന്നോ, വനിതാ സംവരണ ബില്ല് പാസ്സാക്കാനായിട്ട് വോട്ടെടുപ്പ് നടന്നപ്പോൾ അത് പരാജയപ്പെട്ടു പോയി. അത് എന്തോ വലിയ വിജയമാണെന്നാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള സകല മാധ്യമങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും പറയുന്നത്. ഇത് നമ്മുടെ വിജയം, ഇത് ജനാധിപത്യത്തിന്റെ വിജയം എന്നാണ് പറയുന്നത്. ശരിക്കും ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണോ പരാജയമാണോ? അതിനേക്കാൾ ഉപരി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ്. എന്താണെന്നോ, വനിതാ സംവരണ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് എന്താണ് കുഴപ്പം? അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അതായത് ശരിക്കും ഈ വനിതാ സംവരണ ബില്ല് പാസ്സാക്കുമ്പോൾ ഇവരുടെ പ്രശ്നം എന്ന് വച്ചു കഴിഞ്ഞാൽ കുറച്ച് മണ്ഡലങ്ങൾ കൂടും. അതായത് 543 മണ്ഡലങ്ങൾ എന്നുള്ളതിന് 800ലേക്ക് അത് വഴിമാറും. സ്ത്രീകൾക്ക് 33% സംവരണം കൊണ്ടുവരുന്ന ഈ ഒരു ബില്ലിനെ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ചേർന്ന് തടയണമെങ്കിൽ അവരുടെ ഇതിന്റെ ഉള്ളിലെ നിഗൂഢത എന്താണെന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. അതിലെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ 543 മണ്ഡലങ്ങളിൽ നിന്നും 816 മണ്ഡലങ്ങളായിട്ട് അത് പുനർനിർണയിക്കും. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത് കൊണ്ടുവരുന്നത് എന്താണെന്നോ, അതിൽ 273 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, 273 സ്ത്രീകളുടെ പ്രാതിനിധ്യമാണ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും 543 നിന്നും 816ലേക്ക് കുതിച്ചുയരുമ്പോൾ 273 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഈ ഒരു ബില്ലിനെയാണ് കോൺഗ്രസുകാരും CPM-ഉം അതേപോലെ ഇന്ത്യ സഖ്യം ഇവരെല്ലാം കൂടി ചേർന്നാണ് ഇന്ത്യ സഖ്യം എതിർക്കുന്നത്. എന്നിട്ട് അവർ ഉറക്കെ പുറത്തിറങ്ങി വിളിച്ചു പറയുന്നു, ജനാധിപത്യം വിജയിച്ചു, BJP തോറ്റോടി. ശരിക്കും BJPക്ക് ഇത് തന്നെയാണ് വേണ്ടത്. ചാണക്യതന്ത്രം എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാരണം കോൺഗ്രസും CPM-കാരും ഒരേപോലെ പറയുന്ന ഒരു വാചകമുണ്ട്, ഞങ്ങൾ നവോത്ഥാന നായകരും ഇരയ്ക്കൊപ്പവുമാണ്. അതായത് ഞങ്ങൾ എന്നും സ്ത്രീ സുരക്ഷയ്ക്കൊപ്പമാണ്. എന്നാൽ സ്ത്രീ സുരക്ഷയ്ക്കൊപ്പം ണെന്ന് പറയുകയും സ്ത്രീകൾക്ക് സംവരണം ലഭിക്കുകയും സ്ത്രീകളുടെ ശബ്ദം പാർലമെന്റിൽ ഉയർന്നു കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവരാണ് ഇവരെങ്കിൽ എന്തുകൊണ്ട് ഇവര് ഈ ഒരു ബില്ലിനെ തടയിടണം? അപ്പോൾ ശരിക്കും രണ്ടായിട്ട്, അതായത് ഇരട്ട മുഖം വെട്ടിമാറ്റിപ്പെട്ടത് കോൺഗ്രസിന്റെ തന്നെയല്ലേ? എന്നിട്ട് ഇവർ ഇപ്പോൾ ജയ് വിളിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് തന്നെയാണ് ശരിക്കും BJPക്ക് വേണ്ടത്. കാരണം 2029 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഇത് BJPക്ക് തന്നെയാണ് ഉപകാരപ്പെടാൻ പോകുന്നത്. എന്താണെന്നോ, ഇവിടെയുള്ള വനിതാ സംവരണത്തിന്റെ ബില്ല് തന്നെ വെട്ടിച്ചുരുക്കി അത് പാർലമെന്റിൽ പരാജയപ്പെടുത്തിയിട്ട് അവർ ഉറക്കെ പറയുന്നു, ജനാധിപത്യം വിജയിച്ചു. എന്നാൽ ശരിക്കും ജനാധിപത്യം വിജയിക്കുകയാണോ പരാജയപ്പെടുകയാണോ ചെയ്തത്? ഇതിനേക്കാൾ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയോ? ഇന്നലെ ജാലവിദ്യക്കാരൻ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത ആര്? പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം വീഡിയോയിലേക്ക്. Sir, the truth is the magician has been caught. The magician of Balakot, the magician of demonetization, the magician of Sindhur has suddenly got caught. Why? Yeah. Because he was No. എന്തെന്നുള്ള വാക്കുകളാണല്ലേ. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ഇന്ന് രാവിലെ അതേ പാർലമെന്റിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് അടുത്ത ഒരു കലാപത്തിന് അവർ തുടക്കമിട്ടിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ പടി വരുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് കണ്ടു തന്നെ അറിയണം. ഇതിനേക്കാൾ ഏറ്റവും വലിയ രസമാണ് നമ്മളുടെ ഏഷ്യാനെറ്റിലെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ ഉദ്ധരിച്ചിരിക്കുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു സ്ത്രീ സംവരണ ബില്ല് BJPക്ക് വേണ്ടിയിട്ട് പാസ്സാക്കിയതാണെന്ന് തോന്നും, അല്ലെങ്കിൽ BJPക്ക് വേണ്ടി പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് തോന്നും. എന്നാൽ ശരിക്കും ഇതൊക്കെ ഒരു പൊളിറ്റിക്സ് അല്ലേ? ആ പൊളിറ്റിക്സിന്റെ തന്ത്രം അറിയുന്നവർക്ക് ശരിക്കും മനസ്സിലാകും. ഈ വനിതാ സംവരണ ബില്ല് പാസ്സാക്കില്ല എന്ന ഉറപ്പോടു കൂടി തന്നെയാണ് കേന്ദ്രം ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. എന്നാൽ അവതരിപ്പിച്ച 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ സഖ്യത്തിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കണം. കാരണം സ്ത്രീകളുടെ സംവരണം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വിഭാഗമാണ് ഇന്ത്യ സഖ്യത്തിനുള്ളിലുള്ളതെങ്കിൽ ഒരിക്കലും അവർ ആ ബില്ലിനെ എതിർക്കില്ലായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ എതിർത്ത് കൊണ്ടുവരുന്നത് ഇവർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് സർജിക്കൽ സ്ട്രൈക്കിലെ ആ വാചകം കേട്ടിട്ട് വരാം വീഡിയോയിലേക്ക്. നോക്കൂ, ഇന്ത്യൻ ജനാധിപത്യം വിജയിച്ചൊരു ദിവസം കൂടിയാണിന്ന്. നമുക്കറിയാമല്ലോ, ഒരു
സർക്കാർ, ഒരു ഭരിക്കുന്ന പാർട്ടി ഈ രാജ്യത്തെ ഏകപക്ഷീയമായി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു. ആ ഇറങ്ങിപ്പുറപ്പെടലിനെ ഇന്ത്യൻ പാർലമെന്റിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിപക്ഷം പ്രതിരോധിക്കുന്നതാണ് നമ്മൾ കണ്ടത്, ചെറുക്കുന്നതാണ് നമ്മൾ കണ്ടത്, പ്രതിപക്ഷം വിജയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു ജനാധിപത്യ വ്യവസ്ഥ ഏറ്റവും മഹത്തരമാകുന്നത് പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഉയർന്നു കേൾക്കുമ്പോഴാണ്, പ്രതിപക്ഷം വിജയിക്കുമ്പോഴാണ്. കേട്ടല്ലോ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. കാരണം ഏഷ്യാനെറ്റ് ന്യൂസ് സംസാരിക്കുന്നത് ഏതൊക്കെ രീതിയിലാണല്ലേ. നമുക്ക് തന്നെ കേട്ടിട്ട് ചിരിയാണ് വരുന്നത്. കാരണം ഇത്രത്തോളം ഒരു വനിതാ സംവരണ ബില്ലിനെ പരാജയപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഇവിടെ ആർക്കൊക്കെയാണ് ചിരി വരുന്നത്? യഥാർത്ഥത്തിൽ ഇവരൊക്കെ പൊട്ടം കളിക്കുന്നതാണോ, അതോ ശരിക്കും കോമാളികളായിട്ട് ജനിക്കുന്നതാണോ, അതോ ഇത് കോമാളികൾ യഥാർത്ഥത്തിൽ ആയതാണോ? ഇതാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. എന്ത് തന്നെയാണെങ്കിലും ഇത് 2029 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് BJPക്ക് തന്നെയാണ്. കാരണം കോൺഗ്രസിലെ വനിതകൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് പോലും നിങ്ങളുടെ പാർട്ടിയിൽ എന്തെങ്കിലും ഒരു റൈറ്റ് ഇവർ കൊടുക്കുന്നുണ്ടോ എന്ന് ആദ്യമേ ചിന്തിക്കുക. പ്രധാനമായിട്ടും ഒരു കാര്യം, കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ അപമാനിക്കുന്ന പാർട്ടിയാണെന്നുള്ള തെളിവ് നിങ്ങൾക്ക് വേണോ? മധ്യപ്രദേശിലെ ഒരു ഫൂൾ സിംഗ് എന്ന് പറഞ്ഞ ഒരു MLA ഉണ്ട്. സ്ത്രീകളെ വളരെ മോശമായ രീതിയിലാണ് അയാൾ പ്രചരിപ്പിച്ചിരിക്കുന്നത്. കാരണം ദളിത് യുവതികളെ ആണ് കൂടുതൽ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ ആത്മനിർവൃതി കിട്ടുമെന്നാണ് ഇയാൾ ഏതൊരു ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുള്ളതാണ് പറയുന്നത്. ആ വാക്ക് നമുക്ക് കേട്ടിട്ട് വരാം വീഡിയോയിലേക്ക്. मेरा कहने का मतलब है, रेप की थ्योरी ये है कि कोई भी कैसी भी दिमाग का आदमी रस्ते में जा रहा है, उसे खूबसूरत अगर लड़की दिखी, सुंदर, अति सुंदर, तो उसका ब्रेन है वो इधर वो विचलित हो सकता है, तो रेप हो सकता है। आदिवासी में कौन सी अति सुंदर स्त्री है? SC की कौन सी अति सुंदर स्त्री है? मोस्ट OBC में ऐसी स्त्रियां सुंदरियां हैं। क्यों होता है बलात्कार? उनके धर्म ग्रंथों में इस तरह की निर्देश दिए गए। तो ये लिखा है कि इस जाति के साथ കേട്ടല്ലോ. ഇതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. കേട്ടല്ലോ ഇതുപോലെ തന്നെ കർണാടകയില് ബലാത്സംഗത്തിന് ഒന്ന് സുഖിച്ചിരുന്നാൽ പോരെ എന്ന് ചോദിച്ച ഒരു കോൺഗ്രസ്സുകാരന് നമുക്കിടയിലുണ്ട്. ഇതെല്ലാം കോൺഗ്രസിന്റെ സ്ത്രീകളോടുള്ള സമീപനത്തിന്റെ സൂചന തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാരണം വനിതാ സംവരണ ബില്ലിനെ വലതും ഇടതും ചേർന്ന് എതിർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണമെന്ന് പറയുന്നത് ഇവർ കൂട്ടുകൂടിയിരിക്കുന്ന ഇവരുടെ വോട്ട് ബാങ്കായ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളെ കൂട്ടുകൂടിയതിന്റെ പരിണിത ഫലം തന്നെയാണ് ഇവർ ഈ വനിതാ സംവരണ ബില്ലിനെ എതിർക്കുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾക്ക് ഒരിക്കലും സ്ത്രീകളുടെ ആധിപത്യം സഹിക്കാൻ പോലും കഴിയുകയില്ല. കാരണം സ്ത്രീകളെ ഒരു പ്രസവിക്കുന്ന ടൂളുകളായിട്ട് മാത്രം കാണുന്ന ഇവർക്ക് അപ്പോൾ സ്ത്രീകളുടെ ശബ്ദം പാർലമെന്റിൽ കേട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ അസഹിഷ്ണുത വരുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇടതും വലതും ചേർന്ന് വോട്ട് ബാങ്കിന് വേണ്ടി ഇവരുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഈ വനിതാ സംവരണ ബില്ലിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു ബില്ല് പാർലമെന്റിൽ പാസ്സാക്കാനായിട്ട് കേന്ദ്രം മുന്നോട്ട് വച്ചത്. എന്താണോ കേന്ദ്രത്തിന്റെ പ്ലാൻ അത് തന്നെ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നു. കോൺഗ്രസ് അതിൽ വീണിരിക്കുന്നു. ഇനി എന്തൊക്കെ ജാലവിദ്യക്കാരെന്നും ചാണക്യ തന്ത്രനെന്നും നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാലും ആ ജാലവിദ്യക്കാരുടെയും ആ ചാണക്യ തന്ത്രന്റെയും ബുദ്ധിയിൽ നിങ്ങൾ വീണ് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അപമാനിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ചായ വിൽക്കുന്ന വ്യക്തിയാണ്. ആ ചായക്കടക്കാരന്റെ മകനാണോ ഈ പ്രധാനമന്ത്രി പട്ടം അലങ്കരിക്കുന്നതെന്ന് ചോദിച്ചവരുണ്ട്. എന്നാൽ ഇന്ന് അതേ ആവേശത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും ചായക്കടക്കാരന്റെ മകൻ ഇന്ന് എത്തി നിൽക്കുന്നത് പ്രധാനമന്ത്രിയായിട്ടാണ്. വെറും ഒരു പ്രധാനമന്ത്രിയല്ല, ലോകം മൊത്തം ആദരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടാണ് ഇന്ന് നരേന്ദ്രമോദി ഇവിടെ നിൽക്കുന്നത്. ചായക്കടക്കാരന്റെ മകൻ ലോകം ആദരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയായി ഇന്ന് ഇന്ത്യയിൽ തന്നെ പ്രധാനമന്ത്രിയെ ജീവിക്കുകയാണ്. എന്നാൽ ജാലവിദ്യക്കാരനെന്നും ഇപ്പോൾ അദ്ദേഹത്തെ ചാണക്യ തന്ത്രെന്നും പറഞ്ഞ് തളർത്താൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഉയർന്നുയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് 2014 നമ്മുടെ ഇന്ത്യയുടെ GDP-യുടെ കണക്കും ഇപ്പോഴത്തെ നമ്മുടെ GDP-യിൽ നമ്മൾ എത്രാമതാണ് എത്തി നിൽക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉദാഹരണം മനസ്സിലാകും. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, BJP ഇന്ത്യക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നവർ ഇന്ത്യയുടെ കുതിച്ചുചാട്ടം കാണാത്തവർ തന്നെയാണ്, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതെല്ലാം ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് മടിയുള്ളവരാണ്. അങ്ങനെയുള്ളവരാണ് ഒരു കൂട്ടം ആളുകൾ ചേർന്നാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത്. കഴിഞ്ഞ
തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഇന്ത്യ സഖ്യം ഉണ്ടായിട്ട് ഇന്ത്യ സഖ്യം വൈകിയ കോളിളക്കം സൃഷ്ടിക്കും. അതേപോലെ ന്യൂസ് ചാനലുകളെല്ലാം പറഞ്ഞതാണ് ഇനി ഇന്ത്യ സഖ്യത്തിന്റെ വരവാണ്, ഇന്ത്യ സഖ്യമായിരിക്കും ഭരിക്കുന്ന 2024 ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നല്ലോ. പക്ഷെ എന്താണ് ഫലം ഉണ്ടായത്? കുറച്ച് സീറ്റുകൾ പിടിച്ചു എന്നല്ലാതെ രോമത്തിൽ പോലും സ്പർശിക്കാൻ ഇവർക്ക് സാധിച്ചുവോ? സാധിക്കില്ല. കാരണം ഇവിടത്തെ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ സഖ്യം എന്നാൽ എന്തിന്റെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന്. കാരണം അവർക്ക് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ ഹിഡൻ അജണ്ടയാണ്. 2047 മുസ്ലിം രാജ്യം സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് ഇവരുടെ ഒക്കെ തോളോട് തോൾ ചേർന്ന് ഇവരെയൊക്കെ സെക്കുലറിസത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇവരെയൊക്കെ തോളോട് തോൾ ചേർന്ന് ഒരേ പന്തിയിൽ ഇരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ അങ്ങ് ജയിപ്പിച്ചു വിടുമെന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത്? അതേ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയുടെ അതേ അജണ്ട തന്നെയാണ് സ്ത്രീകൾക്ക് എതിരെ നിൽക്കുക, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉയർച്ചയും വളർച്ചയും തളർത്തുക എന്ന് പറയുന്നത്. അത് തന്നെയല്ലേ ഇപ്പോൾ നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. കാരണം ജാലവിദ്യക്കാരൻ ചാണകത്തന്ത്രൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കുമ്പോഴും കളിയാക്കി പറയുമ്പോഴും നിങ്ങൾ ഒന്ന് ആലോചിക്കണമായിരുന്നു എന്താണെന്നോ. സ്ത്രീകൾക്ക് സംവരണമുള്ള ഈ ഒരു വനിതാ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കുമ്പോൾ അത് പാസ്സാക്കാതിരിക്കാൻ നിങ്ങൾ തലങ്ങും വിലങ്ങും ശ്രമിച്ചുവല്ലോ. യഥാർത്ഥത്തിൽ നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്ത് അത് വിജയിപ്പിച്ചുവെങ്കിൽ നിങ്ങളുടെ ചരിത്രം തന്നെ ചിലപ്പോൾ മാറിപ്പോയേനെ. പക്ഷെ ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായി, നിങ്ങൾ ഒരിക്കലും ഇനി അധികാരത്തിൽ വരാൻ ഒരു ചാൻസും ഇല്ല. അതിന് 2029 എപ്പോഴായാലും. കാരണം കോൺഗ്രസിന്റെ അധപതനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ഈ വനിതാ സംവരണ ബില്ല് എതിർത്തതിലെ ഏറ്റവും വലിയ സൂചന. ഇത് സ്ത്രീകളെ തിരിച്ചടിച്ചിരിക്കും നിങ്ങൾക്ക്.